യുവതി വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ആൺസുഹൃത്തിന്റെ ഇടപെടലിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യുവതിയുടെ ഭർത്താവ്. പത്തനംതിട്ട കോഴഞ്ചേരി കുറിയന്നൂർ സ്വദേശിനിയായിട്ടുള്ള സിജി അപകടത്തിൽ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിച്ച സിജിയുടെ ഭർത്താവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി മാസം 21-ാം തീയതിയാണ് സിജി രാത്രിയിൽ അപകടത്തിൽപ്പെടുന്നത്. അന്ന് പോലീസ് അടക്കം പറഞ്ഞത് സിജിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം സിജി താമസിക്കുന്ന വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ വാഹനം സ്കിഡാവുകയും കലിങ്കിൽ തട്ടി കുഴിയിലേക്ക് മറിയുകയുമായിരുന്നു എന്നാണ്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം റോഡിലൂടെ എത്തിയ കാർ യാത്രികർ സിജിയുടെ കാൽ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് സിജിയെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും പക്ഷേ മരണം സംഭവിച്ചിരുന്നുവെന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഈ സംഭവത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകി അന്വേഷണം ആവശ്യപ്പെട്ട് ഭർത്താവ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് താങ്കൾ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ജോലി സ്ഥലത്തായിരുന്നു. ഇടുക്കിയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ 7:30 വിഷയം അറിയുന്നത്. വൈഫ് ഇങ്ങനെ മരണപ്പെട്ടു, ആക്സിഡൻ്റ് ആണെന്ന്. ഞാനിവിടെ വന്ന് സ്റ്റേഷനിൽ നിന്ന് എന്നോട് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്നു. ഞാൻ ബോഡി കണ്ടില്ല. ബോഡി കാണുന്നതിന് മുമ്പ് ഞാൻ നേരെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാ ആക്സിഡൻറ്റ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിലൊരു സംശയങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ അത് ആക്സിഡൻ്റായ രീതിയിലൊന്നും അവിടെ നടന്നിട്ടില്ല. വണ്ടി സ്റ്റാൻഡ് നിർത്തിയിരിക്കുന്നു, കാല് പൊങ്ങി നിൽക്കുന്നതാണ് ഇവരെല്ലാം പറയുന്നത്. എനിക്കറിയത്തില്ല വ്യക്തമായിട്ട്. ബോഡി കാണാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പം ബോഡിയിൽ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഡ്രസ്സല്ല ആളിട്ടിരുന്നത്. വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി രാത്രി 11:32 ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്ന് വെച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു CCTV ക്യാമറ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ ആരാ ഈ വ്യക്തി കൊണ്ടുവന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞാൻ എൻ്റെ ഫാമിലിയോട് ചോദിച്ചു ഇതാരാ കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത്, എൻ്റെ വീട്ടിലുള്ള ഫാമിലിയുള്ള അംഗം പറഞ്ഞ് ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഡിസംബർ 26-ാം തീയതി കോഴഞ്ചേരി വെച്ചാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അതെ, ഇതിന് മുന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഡിസംബർ 26-ാം തീയതി ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മമ്മിയോട് ചോദിച്ചു, പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾ അതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫ് ഓൾറെഡി. അപ്പോൾ അയാൾ തന്നെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു. ആദ്യ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച ആ വ്യക്തി തന്നെയാണ് രണ്ടാമത് ഈ രാത്രിയിലും ആശുപത്രി? അതെ, രണ്ടാമത്തെ കൊണ്ടുവരുന്നത് ഇയാൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് കൺഫേം അല്ല ഇയാൾ തന്നെയാണെന്ന്. ഞാനപ്പോഴത്തേക്ക് ഇയാളുടെ നമ്പറെ ഞാൻ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ആളെ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ആളെ കണ്ടു, സംസാരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ തിരുവല്ലയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു, കാല് മാത്രം മേളിൽ നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ മാസ്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി മാസ്ക് ഇങ്ങനെ ഊരിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മമ്മിക്ക് മനസ്സിലായി ഇയാൾ തന്നെയായിരുന്നു അന്ന് വന്നെന്ന്. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ചെറിയ വാക്ക് തർക്കങ്ങൾ എനിക്ക് പുള്ളിയുമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായി. കോഴഞ്ചേരി ആശുപത്രി വെച്ച് തന്നെ പോലീസുകാരെല്ലാം നിൽക്കുമ്പോൾ തന്നെ. താങ്കളുടെ വൈഫിൻ്റെ സുഹൃത്ത് തന്നെയാണ് ഈ വ്യക്തി? അതെ, ഈ എൻ്റെ വൈഫിൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഈ ഒരു സുഹൃത്ത് മാത്രമല്ല, കുറേ ബന്ധങ്ങൾ അവർക്ക് കൂട്ടുകാരികൾ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ ഫ്രണ്ട്സുകളുണ്ട്. അപ്പം ഞാൻ അതൊന്നും ചോദിക്കാറൊന്നും പോകാറില്ല. കാരണം ഫ്രണ്ട്സുകളാണ്, അതനുസരിച്ച് നമ്മളത് നിൽക്കുകയും ചെയ്യും. കാരണം ഞാൻ ഓൾറെഡി വീട്ടിലില്ല, ഞാൻ വർക്ക് എനിക്ക് ഇടുക്കിലായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ആഴ്ച ഒരിക്കൽ ഞാൻ വീട്ടിൽ വരാറുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് വരെ മരിക്കുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ എൻ്റെ ചൊവ്വാഴ്ചയാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് തന്നെ. കാരണം വൈഫ് ഓരോ ആഗ്രഹങ്ങൾ പറയാൻ ഞങ്ങൾ കറങ്ങാനൊക്കെ പോകും. ഇയാൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആക്സിഡൻറ്റിൽ ഇയാൾ തന്നെയാണ് വന്നത്. സെക്കൻഡ് ആക്സിഡൻറ്റ് ഇയാൾ താമസിക്കുന്നത് കടമത്തിട്ടയിലാണ്. തിരുവല്ലയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നത്. ഈ കടമത്തിട്ടയിൽ നിന്ന് അടുത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ്. അവർ അത്രയും തട്ടുകട ഉള്ളതിൻ്റെ അത്രയൊന്നും എന്തായാലും തിരുവല്ലയിലില്ല. ഇയാൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വരേണ്ട ആവശ്യവുമില്ല. അതിന് അഥവാ വന്നാലും ഇയാൾ മാത്രം കണ്ടാണ് ഈ കാലം മോണിൽ നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇവർ തമ്മിലുള്ള സൗഹൃദം താങ്കൾക്ക് നേരത്തെ അറിയായിരുന്നോ? ഇല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പോലും എനിക്കറിയില്ല. ഈ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പിന്നെ ആരാണ് പറഞ്ഞത്? സൗഹൃദം ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നെല്ലാം ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പറയുന്നത് ഈ റിലേഷൻ ഇവർ തമ്മിൽ സുഹൃത്തും ബന്ധം ഇച്ചിരി അകന്നതല്ല, അത്രയും അടുത്ത് പോയൊരു ബന്ധമാണ് ഇവർ. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് തന്നെ, ഓരോ വിശേഷങ്ങൾ തന്നെ, എന്തൊക്കെയാണ് എന്തായിരുന്നു എന്ന് പോലും. ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചോ? അയാൾ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ച ഒറ്റ ഒരു കാര്യം, എന്താണ് സംഭവിച്ചത് മാത്രം എനിക്ക് അറിയുക, അത് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ആദ്യമൊക്കെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഞാൻ ദേഷ്യപ്പെടുക ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ കൂടെ അന്ന് രാത്രിയും പിറ്റേ ദിവസം തലേ ദിവസവും വരെ ആളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് ആൾ പറയുകയും ചെയ്തതാണ്.
ഈ പറയുന്ന വഴിയിൽ കണ്ട് ഒരു വഴിയാത്രക്കാരൻ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, തലേദിവസവും മരിക്കുന്നതിൻ്റെ അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതെ, ഈ മരിക്കുന്ന നിമിഷം വരെ ആളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്ത് കോഴിപ്പുറം സ്റ്റേഷനിൽ SI CA മറ്റേ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേളിലോട്ടുള്ള അധികാരികൾക്ക് ഞാൻ അതിൻ്റെ പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. രാത്രി 7:30 കൂടി താങ്കളുടെ വീട്ടിൽ നിന്ന് പോകുന്നു. സിജി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ സിജി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. താങ്കൾ സ്ഥലത്തില്ല, ജോലി സ്ഥലത്താണ്. പിന്നീട് രാത്രി 11:30 കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പറയുന്ന ആൺസുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയതാണെന്നാണ് ഇപ്പോൾ ആ സുഹൃത്ത് തന്നെ സമ്മതിച്ചത്, അല്ലേ? അതെ അതെ. ഇത് പറഞ്ഞ എൻ്റെ വീട്ടിൽ നിന്ന് 7:30 ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി ഞാൻ താമസിക്കുന്ന വീട്ടിൽ വാടക എടുത്ത വീട്ടിലാണ് പുള്ളിക്കാർ. അവിടുന്ന് രാത്രി 11:32 ഞാൻ CCTV കണ്ടപ്പോഴത്തേക്ക് അതിന് ടൈമിംഗ് കറക്റ്റായിട്ട് കാണിക്കുന്നു. 11:32 പുള്ളിക്കാർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് എന്ന്. ഈ പറയുന്ന ആൺസുഹൃത്ത് പറയുന്നത് എന്താണ്? ഇയാൾ വിളിച്ചു വരുത്തിയതാണോ? ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് കാണണമെന്നോ, അത് വ്യക്തമായിട്ട് എനിക്ക് എന്തോ ഒരു ഡൗട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് എന്തോ ഇതിൻ്റെ ചെറിയൊരു സംശയങ്ങളല്ല, ഓൾറെഡി ഇതിൻ്റെ പിന്നിൽ ആൾ തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്തതാണ്. അയാൾ പറയുന്നത് എന്താണ്? എന്തിനാണ് ഈ രാത്രിയിൽ ഇവർ കണ്ടത്? അത് ഇപ്പം എനിക്കതിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്തായാലും അറിയില്ല. എന്തെങ്കിലും ഇന്നത്തെ കാലത്തുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആയിരിക്കാം. എവിടെ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്? ആൾ പറഞ്ഞ കോഴഞ്ചേരി വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് ആദ്യം പുള്ളി പറഞ്ഞ സമയം ഒരു 9:10 മണിയാണ്. പക്ഷേ 9:10 മണിയെന്ന് പറഞ്ഞെങ്കിലും 9:30 പറഞ്ഞെങ്കിലും ഈ 11:30 അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ആൾ പോകില്ല. അങ്ങനെ എനിക്ക് വ്യക്തമായി ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഈ CCTV ക്യാമറ ഞാൻ കാണുന്നത് തന്നെ. അത് ഞാൻ കോഴിപ്പുറത്ത് പോലീസുകാർ വന്ന് അത് ചെക്ക് ചെയ്യുകയും ചെയ്തതാണ്. CCTVയിൽ 11:30 ഈ യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇറങ്ങി ഇയാളുടെ അടുത്തേക്ക് കോഴഞ്ചേരിയിലേക്ക് എത്തിയെന്നാണ് ഇയാൾ പറയുന്നത്. കോഴഞ്ചേരിയിലേക്കാണ് എത്തിയെന്ന് നമുക്കറിയില്ല. ഇത് തമ്മിൽ ഇവർ എവിടെയാണ് പോയത് മീറ്റ് ചെയ്യുന്നത് പോലും നമുക്കറിയില്ല. പക്ഷേ ഇയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് ഇയാൾ സമ്മതിക്കുകയും ചെയ്തതാണ്. പിന്നീട് അവിടുന്ന് എന്താണ് സംഭവിച്ചത്? അയാൾ പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ അവളുടെ അടുത്ത് ആവശ്യപ്പെട്ടൊരു കാര്യം അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തോ ഇഷ്ടപ്പെടാതിരുന്ന് വന്നപ്പോൾ പുള്ളിക്കാരി എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി, പുള്ളിക്കാരി ഇറങ്ങിപ്പോയി വണ്ടി എടുത്തോട്ട് പോവുകയായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതിന് എന്തായിരിക്കും എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓവർ സ്പീഡിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ 2 വീലർ എടുത്ത് ഓവർ സ്പീഡിൽ പോയി അപകടം ഉണ്ടായി എന്നാണ് പുള്ളി പറയുന്നത്. അതെ അതെ, പുള്ളിക്കാരൻ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തി തന്നെയാണ് 108ലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും കറക്റ്റ് വ്യക്തമായിട്ട് ഞങ്ങളെല്ലാം നോക്കിയതാണ്. അപ്പോൾ ഇയാൾ പിന്നെ ഈ തങ്ങളുടെ വൈഫ് സ്കൂട്ടറിൽ പോകുമ്പോൾ ഇയാൾ പിന്നാലെ മറ്റു വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു? അതെ അതെ, ഇവന് വണ്ടി തന്നെ ഉണ്ടായി, ഇന്നോവയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. പുറകിൽ വരുന്നു? വ്യക്തമായിട്ടുണ്ട്. അവൻ വ്യക്തമായിട്ട് പറഞ്ഞ കൂടെ തന്നെ ഞാൻ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ യുവതി അപകടത്തിൽപ്പെടുന്നു. ഇയാളുടെ ഇന്നോവയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. 108 ആംബുലൻസ് വിളിച്ചു വരുത്തി അതിലാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതെ അതെ അതെ, ഇയാളുടെ വണ്ടിയിലല്ല കൊണ്ടുപോയത്. പിന്നെ പുള്ളി കറക്റ്റായിട്ട് ആംബുലൻസ് വിളിച്ചിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോകുന്നത്. എനിക്ക് ആ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലവും വണ്ടിയും കണ്ടപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് നല്ല സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ സമയത്തുള്ള സാഹചര്യങ്ങളും എൻ്റെ ഒരു മാനസിക രീതിയിൽ അതുപോലെ ഇതായിരുന്നു നിന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോകാതിരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ഞാൻ അന്വേഷിച്ചു. ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്നത് ഇയാൾ പിന്നാലെ മറ്റൊരു വാഹനത്തിലെത്തി അപായപ്പെടുത്തിയതാണ് എന്നാണ്? അതെ അതെ, പക്കയായിട്ട് എനിക്കത് ഉറപ്പായിട്ട് പറയാം. കാരണം വെച്ചാൽ ഇയാൾ ഓൾറെഡി പുറകിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ പുറകെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മാന്യമായിട്ട് എന്തായാലും കൊണ്ടുപോകുന്ന കേസുകളല്ലോ ഹോസ്പിറ്റലിൽ. ഇത് മരണപ്പെട്ടു കൺഫേം ആയ ശേഷമാണ് ഇയാളെ ഹോസ്പിറ്റലിൽ ആക്കിയത് തന്നെ. ഇവർ തമ്മിൽ അവിടുന്ന് തർക്കം ഉണ്ടായിട്ടാണ് ഈ യുവതി വാഹനം എടുത്ത് പോരുന്നതെന്ന് ഇയാൾ തന്നെ നിങ്ങളോട് സമ്മതിച്ചാണ്. ഇയാൾ വ്യക്തമായിട്ട് സമ്മതിച്ച കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇയാൾ തമ്മിൽ തർക്കം ഉണ്ടായ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഇയാൾ പേരെന്താണ്? ഏത് നാട്ടുകാരനാണ്? ഇയാളുടെ പേരെന്ന് പറഞ്ഞാൽ അനു എന്നാണ്. അനു MN എന്നാണ്. കടമന്നിട്ടാണ് ആളുടെ വീട്. പിന്നെ ഞാൻ അയാളോട് സംസാരിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ആളുടെ ബാഗ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആളുടെ ലൈസൻസും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഇയാളുടെ ലൈസൻസ് കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ്. അതായത് താങ്കളുടെ ഭാര്യയുടെ ബാഗിൽ നിന്നാണ് ഈ പറയുന്ന അപരിചിതൻ എന്ന ആദ്യം പറയപ്പെട്ട പിന്നീട് സുഹൃത്തായ വ്യക്തിയുടെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ താങ്കളുടെ ഭാര്യയുടെ ബാഗിൽ നിന്ന് കിട്ടി? അതെ അതെ, ആളുടെ ബാഗിൽ നിന്നാണ് കിട്ടിയിരിക്കുന്ന ലൈസൻസും പിന്നെ അതിൻ്റെ കുറച്ച് വേറെ കാർഡുകളും കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമ്മൾ ഇയാൾ ഇപ്പം നിലവിൽ എവിടെയുണ്ട്? ഇപ്പം ഇയാൾ എവിടെ നിലവിലുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാനും അന്വേഷിച്ച് ഞങ്ങൾ ചെന്നതാണ്. പക്ഷേ ആൾ അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. ഇതുവരെ ആളെ നമുക്കൊന്നും അറിയില്ല. ആളെവിടെയാണ്, ഉണ്ടോ ഇല്ലയോ. പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിക്കും, ആക്സിഡൻ്റ് ആണെന്ന രീതി തന്നെ അവരും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും പത്തനംതിട്ട കോഴഞ്ചേരിക്ക് സമീപം ഉള്ള ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. കഴിഞ്ഞ 21-ാം തീയതി ജനുവരി 21-ാം തീയതി അപകടം ഉണ്ടായത്. അന്ന് നമ്മളടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. സ്വാഭാവിക ഒരു അപകടം എന്ന രീതിയിലാണ് നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തത്. വഴിയിലെത്തിയ ഒരു വഴിയാത്രക്കാരൻ കാറിലെത്തിയ ഒരു വ്യക്തി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് നമ്മളടക്കം പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണ്, അതങ്ങനെയല്ല. അതിൽ ദുരൂഹതയുണ്ട്. ഈ വെറും ഒരു വഴിയാത്രക്കാരനല്ല ആ വ്യക്തി എന്നാണ് ഇപ്പോൾ മരണപ്പെട്ട യുവതിയുടെ ഭർത്താവ് തന്നെ പറയുന്നത്. അവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു.
വർഷങ്ങളായി പരിചയമുണ്ട്. മുൻപ് അപകടങ്ങൾ ഉണ്ടായ സ്ഥലത്തും ഇയാൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇടപെടലിൽ ചില സംശയങ്ങളുണ്ട്. ഇയാൾക്ക് ഈ അപകടത്തിൽ പങ്കുണ്ട് എന്നാണ് ഈ ഭർത്താവ് ആരോപിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുകയാണ് യുവതിയുടെ ഭർത്താവ്. എന്താണെങ്കിലും ഈ കേസുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീവി.